10 കൊല്ലത്തെ പരിചയം. 2015 ബാച്ചായിരുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. നല്ല കമ്പനി ആയിരുന്നു, കുറേ കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോൾ ഒന്ന് നോക്കി അങ്ങനെ നമുക്കിങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കംഫർട്ടബിൾ ആയി തോന്നി. രണ്ടുപേരുടെയും സ്പേസ് ഞങ്ങൾ കംഫർട്ടബിൾ ആയി തോന്നി. ബാക്കിയുള്ള ഫ്രണ്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ആ ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടി വാംത്ത് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയപ്പോൾ പിന്നെ അല്ലേ നമുക്കങ്ങനെ പരസ്പരം അങ്ങോട്ട് പറയുകയൊന്നും ചെയ്തിട്ടില്ല ആർക്കും. അങ്ങനെ ഇഷ്ടമാണ് അങ്ങനെയൊന്നും പറയുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു തോന്നൽ ഓക്കെ ഞങ്ങൾ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുള്ളൊരു തോന്നലായി അല്ലേ. ആദ്യം ഇങ്ങനെ പ്രപ്പോസൽ സീനൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ എന്തോ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് നമുക്കങ്ങനെ തോന്നി. ഒരു ദിവസം ചുമ്മാ നമ്മൾ സംസാരിച്ചു, നമുക്ക് അടുത്ത ദിവസം ഒന്ന് നേരിട്ട് കണ്ടെടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഇതൊന്നും ഇഷ്ടമാണെന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് വേർഡ് പറഞ്ഞാൽ ഞാൻ அங்கே தொலை தூரத்தில் சாரல் மழை கண்டேன் நான் பக்கம் வரும்போது சிறை கம்பியா தவறென பார்த்து கண்ணென்று கலை செய்யதே தரிசன பார்த்த மேகங்கள் கடல் பேயுதே கண்கள் காரணம் தேடுதே உன்னை வந்து சேருதே போதை கனவே கனவே போதாதிரு நீ போதை கனவே கனவே போதாதிரு நீ போதை கனவே கனவே வாழ்வாயிரு நீ போதை கனவே சிறகாகிடு நிஜமே நிஜமே நீங்காதிரு நீ தேடும் தினமே தினமே தேங்காதிரு நீ நாளை இனிமே அதனால் மேலே விழுந்தால் போதை கனவே குறையாயிரு நீ ओके हम सब लोग अश्विन के पीजी कॉलेज बैचमेट्स हैं. हम लोग मुंबई से आए हैं उसका शादी अटेंड करने के लिए. एंड आई एम अश्विन रूममेट. एंड अश्विन ने मुझे सारे मलयालम फूड से इंट्रोड्यूस कराया था. एंड ही इज़ वेरी अ जॉली फेलो एंड स्पेशली ही लुक वेरी हैप्पी टुडे एंड आई एम वेरी हैप्पी टू सी हिम हैप्पी. മുംബൈ ഗാങ്ങിലെ പടക്കളത്തിൽ വീണ ആദ്യത്തെ പോരാളി ഞാനാണ്. അപ്പോൾ വീഴുന്ന രണ്ടാമത്തെ പോരാളിയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നതാണ് ഞങ്ങൾ. ഫ്രം മുംബൈ വിത്ത് ലവ്. He is the ever smiling person that we have come across. എപ്പോഴും മുഖത്ത് സന്തോഷത്തോടെ മാത്രമേ അവനെ കാണാൻ പറ്റുള്ളൂ. എപ്പോഴും സ്റ്റേജിൽ കാണുമ്പം നിങ്ങൾക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്. സംസാരിച്ചു വീഴ്ത്തുന്ന ആള്. സംസാരവും ചിരിയുമാണ് അവന്റെ മെയിൻ സാറേ. Wishing Ashwin and Ashwini a very happy married life from Mumbai with love. Na 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 na, na na na.
സന്തോഷമുണ്ട്. അശ്വതിനെ അറിയാം, അപ്പോൾ രണ്ടുപേരും ഒന്നിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. രണ്ട് നല്ലൊരു കപ്പിളാണ്, നല്ല ചേർച്ചയുള്ളൊരു കപ്പിളാണ്. അവൻ ഒരുപാട് പറഞ്ഞു പഠിപ്പിച്ചു തന്നിരുന്നു, പക്ഷെ മറന്നുപോയി. എന്തായാലും അവർ രണ്ടുപേരും നല്ല അടിപൊളി മാച്ചാണ്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ, മാരീഡ് ലൈഫ് ഉണ്ടാവട്ടെ. ഞങ്ങൾ കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് അശ്വിനെ കാണാൻ വേണ്ടി പോയപ്പോൾ അശ്വിൻ ആദ്യമായിട്ട് പറഞ്ഞതാണ്, എനിക്ക് കുട്ടിയോട് ഇഷ്ടമുണ്ട്, വല്ല പ്രോബ്ലം ഉണ്ടോ? ഞാൻ അവനെ എങ്ങനെയുണ്ട് ആളെന്ന് അറിയാൻ വേണ്ടി വിട്ടത്. അവൻ പോയി അവന്റെ ലൈഫ് സെറ്റാക്കി വന്നിരിക്കുകയാണ്. അവൻ ആദ്യം തന്നെ പറഞ്ഞത് അശ്വതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ ഇങ്ങനെ ആയില് വളരെ നല്ല സന്തോഷമുണ്ട്. അശ്വതി എന്ന് പറഞ്ഞാൽ എൻ്റെ യങ്ങർ സിസ്റ്റർ ആണെങ്കിലും ഞങ്ങൾ തമ്മിൽ വലിയ ഏജ് ഗ്യാപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ടിനെ പോലെയാണ്. അപ്പോൾ ഞങ്ങൾ ചൈൽഡ്ഹുഡ് തൊട്ട് എല്ലാ കാര്യങ്ങളും തമ്മിൽ ഷെയർ ചെയ്യുന്ന അങ്ങനെ ഒരു ഇതാണ്. അവളൊരു ക്യാരക്ടർ എന്ന് വെച്ചാൽ എല്ലാ കാര്യവും ഇപ്പം അച്ഛനമ്മയോടും പറയുന്നതിന് മുന്നേ തന്നെ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു ഇതാണ്. ഇപ്പം അശ്വിൻ്റെ കാര്യമാണെങ്കിലും ഫസ്റ്റ് ഞാൻ അശ്വിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തൊട്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സിസ്റ്ററിനെ കുറിച്ച് ഞാൻ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരാളാണ്. കാരണം അവൾ വളരെ ഹമ്പിളായിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ് ആണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരു ബ്യൂട്ടിഫുൾ സോൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളും ഏകദേശം ഒരേപോലെയാണ്. ഇപ്പം ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സായിട്ട് കോളേജിലുണ്ടായിരുന്ന ഫ്രണ്ട്സും ഇപ്പം എൻ്റെ കോളേജിന് മുമ്പുള്ള ഫ്രണ്ട്സും എല്ലാം ഇവളുമായിട്ടും ക്ലോസ് ആണ്. ഇവളും അത്രയും കംഫർട്ടബിളാണ്. അതേപോലെ തന്നെയാണ് ഇവളുടെ ഫ്രണ്ട്സും. ഇവളുടെ ക്ലോസ് ഫ്രണ്ട്സായിട്ട് ഞാൻ കംഫർട്ടബിളാണ്. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു എന്താ പറയുക വേവ് ലെങ്ത് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഒരു വൈബ് അല്ലേ, അത് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ അശ്വിനാറിനെ കുറിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഏറ്റവും ആപ്റ്റായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന സാധനം തന്നെയാണ്. അതായത് നമ്മളെ ഇപ്പോൾ ഒരു പേഴ്സണൽ റിലേഷൻസ് വെച്ച് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ ആസ് എ ലീഡർ ഏത് രീതിയിലാണെങ്കിലും അശ്വിനാർ വളരെ അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ ബാക്കിൻ്റെ ഏറ്റവും ഐഡിയൽ കപ്പിളായിട്ടുള്ള നമ്മളെ മുഖ്യമണികളായ അശ്വിനും എനിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും എന്തായാലും വളരെ സന്തോഷമാണ് അല്ലേ. വി ആർ റിയലി ഹാപ്പി that we are together. that we are together. We are looking forward eagerly.